ഹലോ മുച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു ദിവസം രാവിലെ കഥാനായകനായിട്ടുള്ള ഗ്രഹാം അവന്റെ ചോളത്തോട്ടത്തിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുകയാണ്. ഒരുപാട് വലുപ്പമുള്ള വ്യത്യസ്തമായ ആകൃതിയിലുള്ള ഓരോ ചിഹ്നങ്ങൾ അവന്റെ പാടത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും അത് ചെയ്യുന്നത് മനുഷ്യന്മാരല്ല. അവനാകെ ഭയന്നുപോയി. പോലീസുകാർ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ പോലീസുകാർ പറയുന്നത്. ശരിക്കും അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ രൂപപ്പെട്ടത്? അതുണ്ടാക്കിയവരുടെ ലക്ഷ്യം എന്താണ്? തന്റെ കുടുംബത്തിന് നേർക്ക് വന്ന ആ ഒരു വലിയ ആപത്തിനെ നമ്മുടെ ഗ്രഹാമും അതുപോലെ തന്നെ അവന്റെ അനിയനും എങ്ങനെ നേരിട്ടു? ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അവസാനം വരെ നമ്മളൊരു ഭയങ്കരമായിട്ടുള്ള ത്രില്ലിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമയുടെ കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് ദ സൈൻ. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയില്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഫാമിലി ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മാത്രമല്ല തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. കരച്ചിൽ കേട്ട പാട് തന്നെ ആ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ഗ്രഹാം കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി നോക്കുകയാണ്. അതൊരു വലിയ ചോളത്തോട്ടത്തിന്റെ ഫാമായിരുന്നു. ഗ്രഹാം പുറത്തേക്ക് പോയ സമയത്ത് അവന്റെ കൂടെ തന്നെ അവന്റെ അനിയനായിട്ടുള്ള മെറിലും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവരുടെ പാടത്തിലായിട്ട് മകളായിട്ടുള്ള അബിയൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അബിയൽ ചോദിക്കുകയാണ്, അച്ഛാ എന്റെ സ്വപ്നത്തിലേക്ക് നിങ്ങളും വന്നോ എന്ന്. അപ്പൊ മോളോട് ഗ്രഹാം പറയണ, മോളെ ഇത് സ്വപ്നമൊന്നുമല്ല, ശരിക്കുള്ളതാണ്. ചേട്ടൻ എവിടെയും ചോദിക്കുമ്പോൾ ചേട്ടൻ കുറച്ച് അപ്പുറത്തുണ്ട്, എന്തോ കണ്ട് പേടിച്ചിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ചേട്ടന്റെ അടുത്തേക്ക്, അതായത് ഗ്രഹാമിന്റെ മൂത്ത മകന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ എന്തോ ഒന്ന് കണ്ട് വല്ലാത്തൊരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. ഭയമൊന്നുമല്ല, ഒരു വല്ലാത്തൊരു ആശ്ചര്യമായിരുന്നു അവന്റെ മുഖത്തുണ്ടായിരുന്നത്. ഇപ്പൊ അത് കണ്ട് ഗ്രഹാമും നമ്മുടെ മെറിലും ഒരുപോലെ ആശ്ചര്യപ്പെട്ടു പോകുന്നുണ്ട്. ഇവരുടെ ഏക്കർ കണക്കിന് വരുന്ന ആ ഒരു ചോളത്തോട്ടുണ്ടല്ലോ, ഇതിന്റെ നടുവിലായിട്ട് പല രീതിയിലുള്ള പല ഷേപ്പിലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എന്തായാലും വേഗം തന്നെ ഗ്രഹാം ഇപ്പൊ പോലീസുകാർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. മാത്രമല്ല ഇവർക്കൊരു നായ ഉണ്ടായിരുന്നു. ഈ നായ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോറി അതുപോലെ തന്നെ അബിഗേൽ. രണ്ടുപേരും നോക്കുമ്പോൾ ഈ നായ എന്തോ ഭയന്ന് വല്ലാതെ മുള്ളിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ അവനങ്ങൊന്നും ചെയ്യാറില്ല. ആ ഒരു കാര്യം ഇപ്പൊ റോറി ഗ്രഹാമിനോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഗ്രഹാം പരാതി കൊടുത്തല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഓഫീസർ നമുക്ക് പറയാം. ഈ ഓഫീസർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രഹാമിനെയും അവന്റെ ഫാമിലിയെ അറിയാം. അതായത് ഓൾറെഡി ഗ്രഹാം ഈ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്. അവൻ മുന്നേ ഒരു പ്രീസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു. എന്നാൽ പ്രീസ്റ്റിന്റെ ആ ഒരു പണിയെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഫാമിലി ആയിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു പെണ്ണ്, അതായത് നമ്മുടെ ഗ്രഹാമിന്റെ ഭാര്യ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. എന്തായാലും അന്ന് നടന്ന ആ ഒരു സംഭവത്തിലൊക്കെ ഗ്രഹാമിന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഈ ഒരു ഓഫീസറായിരുന്നു. എന്തായാലും അതിനുശേഷം ഇവരെ നന്നായിട്ട് തന്നെ ഈ ഓഫീസർക്ക് അറിയാം. സോ ഓഫീസർ വന്ന സമയത്ത് ഗ്രഹാം അവരോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഫാമിന്റെ തൊട്ടടുത്ത ഫാമുകാരായിരിക്കും ഇമാതിരി ഒരു പരിപാടി കാണിച്ചത്. എന്നാൽ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഇത്രയും വൃത്തിയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇത് കട്ടിയാണെങ്കിൽ എന്തെങ്കിലും മെഷീൻ ഉപയോഗിച്ചിട്ടാവോ എന്ന് ഇവർ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു ചെറിയ ഏരിയ അല്ല, വലിയ ഏരിയയിലാണ് ഇതുപോലെയുള്ള ആ ഒരു മാർക്കുകൾ വന്നിട്ടുള്ളത്. എന്നാൽ ഇത് അവർ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു ഓഫീസർ പറയാണ് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതുപോലെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് ഇന്ന് രാവിലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നിന്റെ ഫാമിൽ മാത്രമല്ല, ഒരുപാട് ഫാമുകളിൽ ഇതേ സെയിം ആയിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ അവരെല്ലാവരും പറയുന്നത് അവരുടെ നായകളും ഇതുപോലെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. ഇപ്പൊ നമ്മുടെ ഗ്രഹാം ചോദിക്കുന്നുണ്ട്, മേഡം ഇനി എങ്ങനെ വല്ല വൈറസ് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ? ഇപ്പൊ ആ ഒരു ഓഫീസർ പറയണം, ഒരിക്കലും അതിനുള്ള സാധ്യതയില്ല. ഇതുപോലെ നായകൾ ഭയക്കണമെങ്കിൽ എന്തെങ്കിലും അവറ്റകൾ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അതായത് ഒരു വലിയ വേട്ടക്കാരനോ ഈ നായകൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ആ സമയത്ത് ഗ്രഹാം അവന്റെ വീട്ടിലെ ആ ഒരു പട്ടി ഉണ്ടല്ലോ, വീടിനുള്ളിൽ മൂത്രമൊഴിച്ച കാര്യം മകൻ പറഞ്ഞില്ലേ, ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇതേ സമയത്തിന് ഗ്രഹാമിന്റെ രണ്ട് മക്കള് റോറി അബിഗൽ രണ്ടുപേരും കൂടെ ആ ഒരു നായക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകണ്ടോ. അതുപോലെ തന്നെ ഈ അബിഗലിന് ഒരു പ്രത്യേകത ഉണ്ട്. അവൾക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ മണത്ത് നോക്കും, ഒന്ന് രുചിച്ചു നോക്കും. നല്ല പ്യൂർ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ അവൾ ആ ഒരു വെള്ളം കുടിക്കാറുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഒരു വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അവൾക്കത് വേഗം മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു വെള്ളം അത് അവൾക്ക് എന്തോ ഒരു മോശമായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പട്ടിക്ക് കുടിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ്. എന്ന് ഈ സമയത്ത് എന്താണെന്നറിയില്ല, ആ ഒരു നായ പെട്ടെന്ന് തന്നെ വയലന്റ് ആവുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഈ ഓഫീസറും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹാമും ഓടി വന്ന് നോക്കുമ്പോൾ റോറി ഉണ്ടല്ലോ ചെറിയൊരു കത്തി ഉപയോഗിച്ച് ആ ഒരു നായെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. എന്താ നീ ചെയ്തതെന്ന് ഗ്രഹാം ചോദിക്കുമ്പോൾ ആ പട്ടി ഇതുപോലെ തന്നെ അനിയത്തി, അതായത് അബിഗലിനെ ആക്രമിക്കാൻ വന്നു, അതുകൊണ്ട് കൊല്ലേണ്ടി വന്നു എന്ന് പറയാണ്. പിള്ളേര് രണ്ടും ആകെ പേടിച്ചു പോയി. അപ്പൊ പെട്ടെന്ന് തന്നെ ഗ്രഹാം രണ്ടുപേരെയും വീടിനുള്ളിലേക്ക് കൊണ്ടുപോകണം. പിന്നെ അനിയനായിട്ടുള്ള മെറിനെ വിളിക്കുന്നുണ്ട്. അവനോട് ഇവർക്ക് രണ്ടാമത്തെ ഒരു നായുണ്ട്, അതിന്റെ ആ ഒരു കെട്ടുകൾ മുറുക്കി കെട്ടിവെക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അനിയൻ മെറിൽ, ഇവന് നിങ്ങൾക്ക് മനസ്സിലായോ, ഒരു അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. എന്തായാലും ആ ആക്ടറുടെ പേരും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറും അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. എന്തായാലും അനിയനായിട്ടുള്ള മെറിൽ ചെന്നിട്ട് നായ നന്നായിട്ട് കെട്ടിവെക്കുന്നുണ്ട്. ഇതിനുശേഷം ഉണ്ടല്ലോ രാത്രി ആയിട്ടുണ്ട്, ഗ്രഹാം നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് ഈ രാത്രിയിൽ അവന്റെ മകളായിട്ടുള്ള അബിഗൽ മുന്നോട്ടേക്ക് വന്നിട്ട് വെള്ളം വേണമെന്ന് പറയാണ്. അതെന്താ മോളെ അവിടെ വെള്ളമില്ലെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നല്ലതല്ല അച്ഛാ, എനിക്ക് കുറച്ചും കൂടെ നല്ല വെള്ളം എന്ന് പറയാം. അങ്ങനെ ആ രാത്രിയിൽ ഗ്രഹാം
ഗ്രഹാം ഇപ്പൊ മകളായിട്ടുള്ള അബിഗലിനെയും കൂട്ടിയിട്ട് നേരെ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫാമിന്റെ മുകളിലായിട്ട് ആരൊരാൾ നിൽക്കുന്നതായിട്ട് ഗ്രഹാം കണ്ടു. അത്യാവശ്യം നല്ല പൊക്കമുള്ള ഇരുണ്ടൊരു മനുഷ്യൻ. പെട്ടെന്ന് ഇനി ഒരു കാര്യം മെറിലിനെ വിളിച്ച് പറയുന്നുണ്ട്, അവന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ മെറിൽ പറയാണ്, മിക്കവാറും അത് അവന്മാരായിരിക്കും, നമ്മൾ എന്തായാലും പ്രിപ്പയർ ആയിരിക്കണം, പക്ഷേ അവർ കൂടുതൽ ആളുണ്ടെങ്കിലോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല ദേഷ്യക്കാരാണ്, അഗ്രസീവ് ആണെന്ന് അവർക്ക് തോന്നണം. അപ്പൊ അതിനുവേണ്ടി തന്നെ ഭയങ്കര ദേഷ്യത്തില് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് വേണം ആയുധങ്ങളുമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. ഇപ്പൊ ഗ്രഹാമ് പറയണ, എടോ ഞാനൊരു പ്രീസ്റ്റ് ആയിരുന്നില്ലേ, എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നും വരില്ലടാ. ഇപ്പൊ മെറിൽ പറയണ, ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി വാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആയുധങ്ങളുമായിട്ട് രണ്ടുപേരും വീടിന് പുറത്തേക്ക് ചാടി ഇറങ്ങാണ്. നമ്മുടെ മെറിലാണെങ്കിൽ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ടെങ്കിലും വലിയ ധൈര്യമൊന്നും ഇല്ല കേട്ടോ. എന്തായാലും രണ്ടുപേരും കൂടെ വീടിന്റെ ചുറ്റും ഓടി നോക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. അതുപോലെ തന്നെ ആ ഫാമിന്റെ മുകളിലായിട്ട് എന്തോ ഒരു രൂപത്തെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ മെറിലും കാണുന്നുണ്ട്. അധികം വൈകിയില്ല ആ രൂപം ഫാമിന്റെ പിറകിലേക്ക് എടുത്തു ചാടി ഓടുകയാണ്. ഇവര് നേരെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാല് അതങ്ങനെ ആടുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ചോളത്തോട്ടത്തിന്റെ മുകളിലൂടെ എന്തോന്ന് ചാടി പോകുന്നതായിട്ടും അവ്യക്തമായിട്ട് ഇവർ കാണുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇവരെന്തായാലും ഓഫീസറെ കാര്യങ്ങൾ വിളിച്ചു പറയല്ലോ. ഇപ്പൊ ആ ഒരു ലേഡി ഓഫീസർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയാണ്, വെറുതെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾപ്പിക്കേണ്ട, മാറ്റിയിരുത്തിയേക്കുന്നത്. ഇപ്പൊ നമ്മുടെ അബിഗയിലാണെങ്കിൽ അവിടെ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, മോൾ ഇവിടെ ടി വി കണ്ടോണ്ടിരുന്നു എന്ന്. ഇനി ഇതേ സമയത്ത് തന്നെ ഗ്രഹാം ഒരു കാര്യം നോക്കുകയാണ്. ഈ ടി വി അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ടേബിൾ, ഇതിന്റെ മുകളിലൊക്കെ ഈ അബിഗയിലുണ്ടല്ലോ വെള്ളം കുടിച്ചിട്ട് അത് മുഴുവനായിട്ട് കുടിക്കാതെ ഒരു ഇച്ചിരി കുടിച്ചിട്ട് എല്ലാം കൂടി അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ്. കുറെ ഗ്ലാസ്സുകളുണ്ട്. ഇത് എന്താടി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു ഗുണമില്ലാത്ത വെള്ളമാണച്ച, എനിക്ക് വേണ്ടെന്ന് പറയണം. എന്തായാലും മോളെ ടി വി കാണാൻ ഏൽപ്പിച്ചിട്ട് ഇവർ മൂന്നുപേരും സംസാരിക്കുകയാണ്. ഇപ്പൊ മെറിൽ പറയാണ്, മാഡം ഞാൻ ഏകദേശം അവ്യക്തമായിട്ടുള്ള ഒരു രൂപം കണ്ടിയാണ്, നല്ല അത്യാവശ്യം വെയിറ്റും ഹൈറ്റൊക്കെ ഒരാളാണ്. ഇപ്പൊ ഈ ഒരു മാഡം ചോദിക്കുകയാണ്, അതായത് പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, അതൊരു ആണ് തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്, ഒരു പെണ്ണായിക്കൂടെ? ഇപ്പൊ മെറിൽ പറയാണ്, അതിന് സാധ്യതയൊന്നുമില്ല, കാരണം അത്രയും ഹൈറ്റിലും പൊക്കത്തിലും ഒന്നും പെൺകുട്ടികൾക്ക് അങ്ങനെ ചാടാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ ലേഡി പോലീസ് ഓഫീസർ വീണ്ടും ചോദിക്കുകയാണ്, അല്ല ഈ ഒളിമ്പിക്സിലെ പെൺകുട്ടികളൊക്കെ ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ സമയത്തിന് മെറിനെ ചെറുതായിട്ടൊരു ദേഷ്യം വരുന്നുണ്ട്. അവൻ ചോദിക്കുകയാണ്, ശരിക്കും ഓഫീസറെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്, അതൊരു പെൺകുട്ടിയാണെന്ന് പറയാണോ വേണ്ടത്? ഇപ്പൊ ഈ ഓഫീസർ പറയാണ്, ഞാൻ അതല്ല പറയാൻ വരുന്നത്, വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്ക്. ഒരു 2-3 ദിവസം മുന്നേ ഇവിടെ അവിടുത്തെ ചെറിയൊരു ബാർ ഉണ്ടായിരുന്നു. അവിടെ റഷ്യയിൽ നിന്ന് വന്നൊരു പെണ്ണ് ഭയങ്കരമായിട്ട് അലമ്പുണ്ടാക്കി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. 2-3 പേരെ പിടിച്ച് തല്ലൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അവളെ ഒരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ഈ രീതിയിൽ പിന്നെയും ചോദിച്ചത്. ഓ അങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്തിന് ടി വി കണ്ടോണ്ടിരിക്കുന്ന അബിഗൽ അച്ഛനെ വിളിക്കണം, അച്ഛാ ഈ റിമോട്ട് എന്തെങ്കിലും വർക്ക് ആവാത്തത്, ഏത് ഞെക്കിയാലും ഒരേ ചാനൽ തന്നെ വരുന്നത്, അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഗ്രഹാം വന്ന് നോക്കുമ്പോൾ ഏത് ഞെക്കിയാലും ഒരേ ചാനലല്ല, എല്ലാ ചാനലിലും ഒരേ കാര്യം തന്നെ കാണിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിൽ ഒരു കാര്യം നടന്നില്ലേ, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങൾ പഴത്തിന്റെ പല ഭാഗത്തായിട്ട് വലിയ രൂപത്തിൽ രൂപപ്പെട്ടില്ലേ, അതേ സെയിം സംഭവം തന്നെ ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല പാടങ്ങളിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള വലിയ വലിയ സ്ഥലത്ത് ഒരുപാട് ഏക്കർ കണക്കിന് കൃഷിപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ടായിട്ടെന്ന് പറയാണ്. അതായത് ഇതൊന്നും മനുഷ്യന്മാര് ചെയ്തു വെക്കുന്നതല്ല, അതായത് ഭൂമിയിലേക്ക് ഒരു ഏലിയൻ അറ്റാക്ക്, പുറത്തു നിന്നുള്ള അന്യഗ്രഹ ജീവികൾ വന്നിട്ടുണ്ട്, അവരാണ് ഈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് വാർത്തയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ രാജ്യത്തുള്ള ഒബ്സർവർമാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഓഫീസർ ഗ്രഹാമിനോട് പറയണേ, ഇപ്പൊ കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയായില്ലേ, നിന്റെ അയൽവക്കത്ത് ആ ഒരു ഫാമുകാരല്ല എന്തായാലും അത് ചെയ്തത്. അപ്പൊ പിന്നെ പ്രശ്നം സോൾവ് ആയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ഗ്രഹാമെ നിന്നോട് പറയട്ടെ, വെറുതെ കുട്ടികൾ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കേണ്ട, അവരുടെ ലൈഫിൽ ആ ഒരു സന്തോഷങ്ങൾ കളയണ്ട. എന്തായാലും അവരുടെ അമ്മ മരിച്ചുപോയതാണ്. ഒരു കാര്യം ചെയ്യ്, ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്ക്, ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പിള്ളേരെയും അനിനെയും കൂട്ടിയിട്ട് ഒന്ന് സിറ്റിയിലൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വാന്ന് പറയണേ. ഗ്രഹാമിനും ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുകയാണ്. ഒരു റിലാക്സേഷൻ കുട്ടികൾക്കും അതുപോലെ തന്നെ ഗ്രഹാമിനും ആവശ്യമായിരുന്നു. ഐഡിയ പറഞ്ഞതിന് താങ്ക് യു ഉണ്ട് കേട്ടോ എന്ന് ഓഫീസറോട് പറയണം. എന്തായാലും ഇതിനുശേഷം പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മുടെ മെറിലും ഗ്രഹാമും കൂടെ നേരെ സിറ്റിയിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അതായത് ഗ്രഹാമും മെറിലും വെറുതെ പിള്ളേരോട് ഈ അന്യഗ്രഹ ജീവികൾ ഏലിയന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെറുതെ പേടിപ്പിക്കണ്ട, നമുക്ക് വിഷയം മാറ്റി ജസ്റ്റ് എന്റർടൈൻ ചെയ്തിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ നേരെ ഇവർ സിറ്റിയിലേക്ക് എത്തി. അപ്പൊ പിള്ളേർ ആദ്യം വെച്ചാൽ ഗ്രഹാമിനോട് ചോദിക്കുകയാണ്, ഒരു പുസ്തകം മേടിക്കണം, കാശ് വേണമെന്ന്. സോ കാശ് കൊടുക്കണം. പുസ്തകം മേടിക്കാനായിട്ട് ബുക്ക് ഷോപ്പിലേക്ക് പിള്ളേർ പോയിട്ടുണ്ട്. ഇതിനുശേഷം ഗ്രഹാം ആണെങ്കിൽ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണം. കാരണം മകനായിട്ടുള്ള റോറി ഉണ്ടല്ലോ, അവന് ആസ്മയുടെ ചില പ്രശ്നങ്ങളുണ്ട്. സോ ഇൻഹെയിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു പൗഡർ അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ ആവശ്യമാണ്. എന്തായാലും അത് മേടിക്കാനാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയത്. പിന്നെ നമ്മുടെ മെറിലാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്പോർട്സ് ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും പുസ്തകങ്ങളും അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു എക്സ് മിലിറ്ററിക്കാരനാണ് അവിടെ ഇപ്പോൾ ഇൻചാർജ് ആയിരിക്കുന്നത്. ഇതേ സമയത്തിന് നമ്മുടെ പിള്ളേര് മറ്റൊരു ബുക്ക് ഷോപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ഒരു ടിവിയിൽ ഈ വാർത്തകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവിടുത്തെ ആ ഒരു ലൈബ്രറിന്റെ കൂടെ തന്നെ നമ്മുടെ പിള്ളേരും ആ ഒരു വാർത്ത കാണുകയാണ്. എന്നാൽ വൃദ്ധനായിട്ടുള്ള ആ ഒരു ലൈബ്രറിയും പറയാണ്, വെറുതെ ഇതുപോലെയുള്ള വാർത്ത ഉണ്ടാക്കിയിട്ട് ആ വാർത്ത എന്തായാലും ഭയങ്കരമായിട്ട് റീച്ച് ആവുമല്ലോ. അങ്ങനെ ഈ വാർത്ത നല്ലോണം റീച്ച് ആകുമ്പോൾ ഈ കോള അതുപോലെ തന്നെ പെപ്സി അതുപോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ പരസ്യം ഇതിന്റെ ഇടയിൽ കൂടെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ അടവുകളാണ്. ഇപ്പൊ പിള്ളേർ ചോദിക്കണം, അങ്കിളെ ഈ ഏലിയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളൊക്കെ ഏത് ഭാഗത്താ? ഇപ്പൊ ലൈബ്രറിയൻ അത് കാണിച്ചു കൊടുക്കണം. ഇതേ സമയം തന്നെ മെറിൽ ഇപ്പൊ ഒരു സ്പോർട്സ് ഷോപ്പിലേക്ക്
പോയില്ലേ, അവിടുത്തെ ഇൻചാർജ് ഒരു പട്ടാളക്കാരനായിരുന്നല്ലോ, ഒരു എക്സ് മിലിറ്ററി. അപ്പൊ ഇയാൾ നമ്മുടെ മെറിലിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കും ഈ കാര്യത്തിലൊക്കെ വിശ്വാസമുണ്ടോ, അതായത് ഇതുപോലെ ഏലിയൻസ് വന്നു എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പൊ മെറിൽ പറയുന്നത് എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല എന്നാണ്. എന്നാൽ എക്സ് മിലിറ്ററി പറയാണ് വിശ്വസിക്കണം, കാരണം ഈ പട്ടാളക്കാരുടെ രീതിയാണ് ഈ ഏലിയൻസ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു രാജ്യത്ത് നിന്ന് ഞങ്ങൾ ഒരു അറ്റാക്ക് നടത്തുന്നതിന് മുന്നേറ്റ് 1-2 ആൾക്കാരെ ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് അയക്കും, അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പഠിക്കും. അതുപോലെ തന്നെ ഈ ഏലിയൻസ് എന്തോ ഒരു കാര്യം വന്ന് നമ്മുടെ ഭൂമിയിൽ വെച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഈ മെറിലിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടക്ക് ആരാണ് ഈ മെറിൽ എന്നുള്ളത് ഈ ഒരു എക്സ് മിലിറ്ററി റെക്കഗ്നൈസ് ചെയ്യാണ്. കാരണം ഓൾറെഡി മെറിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു. അമേരിക്കക്കാരുടെ മറ്റേ ഒരു ക്രിക്കറ്റ് ഉണ്ടല്ലോ, ബേസ്ബോൾ, ആ ഒരു പരിപാടിയിൽ നമ്മുടെ മെറിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ നിലവിൽ അവന് കളിക്കുന്നില്ല, എന്തോ ഒരു പ്രശ്നം അവനുണ്ട്. സോ ഇങ്ങനെ അവന് മനസ്സിലാക്കി അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് അവൻ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു കുറ്റബോധവും ഫ്രസ്ട്രേഷനും എല്ലാം ഉള്ളത് കൊണ്ട് മെറിലിന്റെ കണ്ണകാകെ നിറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് മരുന്ന് മേടിക്കാനായിട്ട് ഗ്രഹാം ചെന്നല്ലോ. ഗ്രഹാം ഓൾറെഡി ഒരു പ്രീസ്റ്റായിട്ട് വർക്ക് ചെയ്തതല്ലേ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫാർമസിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി പറയാണ്, ഫാദറെ, ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത്, ഏലിയൻസ് വന്നു, നാളെ നമ്മളൊക്കെ ജീവനോട് ഉണ്ടാവോ, നമുക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ, ദൈവം നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമായിരിക്കും അല്ലേ, നമ്മുടെ പാപങ്ങളൊക്കെ ദൈവം പുറത്തു തരുമായിരിക്കും അല്ലേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ലേഡി നമ്മുടെ ഗ്രഹാമിനോട് പറയണം. അതായത് ഓണത്തിനടുക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഒരു പരിപാടി. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് 4 പേരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കാർ പാർക്കിങ്ങിൽ ഒരാൾ വന്ന് വണ്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 4 പേരെയും ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. ഈ 4 ആൾക്കാരും ആ ഒരു കാർ ഓടിച്ച ആൾ നോക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ആളാണ്, റെഡ്ഡി എന്നാണ് പേര്. എന്തിനാണ് അയാളെ ഇവർ 4 പേരും അങ്ങനെ നോക്കിയത്, അതുപോലെ തന്നെ ഈ റെഡ്ഡി എന്തിനാണ് ഇവർ 4 പേരെയും നോക്കിയത്, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും പർച്ചേസിങ്ങും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് വീട്ടിലിറങ്ങാൻ നേരത്താണ് ഗ്രഹാം ഒരു കാര്യം കാണുന്നത്. മകനായിട്ടുള്ള റോറി ഏലിയൻസുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പുസ്തകം വാങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ ഗ്രഹാം ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ അതിനെക്കുറിച്ചുള്ള സിനിമയോ അല്ലെങ്കിൽ വാർത്തയോ ഒന്നും കേൾക്കാൻ പാടില്ല, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനും പ്രഷറും തലക്ക് കൊടുക്കുന്നത്. എന്നാൽ ചെക്കനാണെങ്കിൽ ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് നേരെ ഇതിന്റെ ആ ഒരു പുസ്തകം തന്നെ വാങ്ങിയിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇവർ കാറിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് റോറി പെട്ടെന്ന് തന്നെ പറയണം, അച്ഛാ ഒരു കാര്യമുണ്ട്. അതായത് അവനൊരു വാക്കി ടോക്കി ഇവരുടെ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലൂടെ ഇപ്പോ ചില അപശബ്ദങ്ങൾ കേൾക്കാണ്, മറ്റെന്തോ സംസാരിക്കുന്നത് പോലെ. ഇപ്പോ നമ്മുടെ മെറിലുണ്ടല്ലോ, അവൻ പറയണം, മോനെ, ചെറുപ്പത്തിൽ ചെറിയച്ഛനും ഇതുപോലുള്ള ഒരു പരിപാടികൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒരു ഫണ്ണാണ്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സയൻസ് ഭ്രാന്തന്മാരുണ്ടാവും, അവന്മാരൊപ്പിക്കുന്ന ഓരോ പരിപാടി, അതല്ല കാര്യമായിട്ട് എന്തോ ഒരു ശബ്ദം ഇതിൽ കേൾക്കുന്നുണ്ട്, 2 ആൾക്കാർ സംസാരിക്കുന്നത് പോലെ. പക്ഷെ അത് നമ്മുടെ ഈ ലോകത്തുള്ള ഒരു ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഇവര് നോക്കുമ്പോൾ അതുപോലത്തെ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചെറിയ പെൺകുട്ടിയായിട്ടുള്ള അബിയലും പറയുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞത് സത്യ, ഞാനും കേൾക്കുന്നുണ്ട്. എവിടെ ചേട്ടൻ എന്ത് ചെയ്താലും അതിന്റെ പിറകാലെ പോകുന്ന ഒരു കുഞ്ഞിപ്പെണ്ണാണ് ഈ അബിയൽ. എന്തായാലും അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് റോറി നേരെ കാറിന്റെ മുകളിലേക്ക് കയറുകയാണ്. കൂടെ തന്നെ നമ്മുടെ അബിയലും ഞാനുണ്ട് കയറി ചെല്ലാൻ നിൽക്കുമ്പോ പെട്ടെന്ന് നിന്നിട്ട് നമ്മുടെ ഗ്രഹം പിടിക്കാൻ മോളെ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് ആ ഒരു വാക്കി ടോക്കി പിടിച്ച സമയത്ത് വ്യക്തമായിട്ടുള്ള ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഇവർ കേൾക്കുകയാണ്. എന്നാൽ കൂടുതലായിട്ടൊന്നും ഗ്രഹം പറയുന്നില്ല, അതായത് കുട്ടികൾ പേടിച്ച് പോകണ്ട എന്ന് കരുതിയിട്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ പിള്ളേര് പേടിക്കുന്നൊന്നുമില്ല, അവർ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പേടിക്കുന്നത് ശരിക്കും ഈ ഗ്രഹമാണ്. ബേസിക്കലി അവൻ കുറച്ച് പേടിയുള്ള ആളാണ് കേട്ടോ, അത്ര ധൈര്യമൊന്നുമില്ല. ഇപ്പൊ രാത്രി പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നേരെ വീടിന്റെ ബേക്കിലേക്ക് വരികയാണ്. എന്നാൽ പട്ടിയാണെങ്കിൽ ഒരുമാതിരി ഒരു എന്താ പറയാ, ഒരു വയലന്റ് ആയിട്ട് നോർമൽ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായത് ഒരു ചോളത്തോട്ടിലേക്ക് നോക്കിയിട്ട് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ, എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാന്ന് കരുതിയിട്ട് ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹം പതിയെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ആ ഒരു ചോളത്തോട്ടത്തിന്റെ ഒരു ഭാഗം ഇതുപോലെ ഒരു സൈൻ ഉണ്ടാക്കാൻ വേണ്ടി നശിപ്പിച്ചു എന്ന് അറിയുന്നില്ല. നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഗ്രഹം ഉറക്കിനെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് ഒപ്പിക്കുന്നത് ഏതോ പയ്യന്മാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഉദ്ദേശം ഈ ഒരു സ്ഥലം ഫേമസ് ആക്കലാണെന്നും എനിക്കറിയാം. നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാനിത് പോലീസുകാരോട് കംപ്ലൈന്റ് ചെയ്യാനും പോകുന്നില്ല. മര്യാദക്ക് പുറത്തേക്ക് വന്നു, നിങ്ങളെ ഞാൻ പൊക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഗ്രഹാമിന്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് താഴെ വീണു പോവാണ്. ഇത് എടുക്കാനായിട്ടൊന്ന് കുനിഞ്ഞ സമയത്ത് ഒരാൾ ഈ ചോളത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നതായിട്ട് ഗ്രഹാം കാണാണ്. പക്ഷെ അതൊരു മനുഷ്യനല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള കാലായിരുന്നു അത്. കണ്ടപാട് തന്നെ ഈ ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ഗ്രഹാം നിലവിളിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ് കേട്ടോ. ഒരു വിധത്തിൽ വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ശ്വാസം വിട്ടങ്ങനെ നിൽക്കുമ്പോൾ വാർത്തയിൽ ഇവരൊരു കാര്യം കാണുകയാണ്. അതായത് ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഏലിയൻ സ്പേസ്ഷിപ്പുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ റോറി ഒരു കാസറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അബിയൽ സമ്മതിക്കുന്നില്ല. അവളുടെ എന്തോ ഒരു കാര്യം ആ ഒരു കാസറ്റിൽ ഉണ്ടായിരുന്നു, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2 പേരും വഴക്കാണ്. ഇപ്പൊ മെറിൽ പറയാണ്, വേണ്ട, ഒരു കാര്യം ചെയ്യും, എന്റെ ഏതെങ്കിലും ഒരു കാസറ്റ് ഉണ്ടാവും, അത് വന്നിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നു പറയാണ്. അതായത് ലൈവായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിപ്പോ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് നമ്മുടെ റോറി നോക്കിയത്. എന്തായാലും അത് റെക്കോർഡ് ചെയ്തു. ഇവരെല്ലാവരും നോക്കുമ്പോൾ ഇത് തന്നെ ആകാശത്തിന്റെ പല ഭാഗത്തായിട്ട് സ്പേസ്ഷിപ്പ് പോലെ എന്തൊക്കെയോ ഒന്ന് വിസിബിൾ ആയിട്ടുണ്ട്. അർദ്ധരാത്രി ആയിട്ടുണ്ട്. പിള്ളേർ തന്നെ കുറെ നേരം നോക്കിയെന്ന് കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ ഉറങ്ങി പോവാണ്. ഇതേ സമയത്ത് തന്നെ ഗ്രഹാം, മെറിൽ 2 പേർക്കും മനസ്സിലായി ഭൂമിയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മനുഷ്യന്റെ ഈ അവസാന നിമിഷം ആകുന്ന സമയത്ത് പല കാര്യങ്ങളും അവരുടെ മൈൻഡിലേക്ക് വരുമല്ലോ. അതുപോലെ തന്നെ ഗ്രഹാം അവന്റെ ഭാര്യയെക്കുറിച്ച് പറയാണ്, അവൾ ഇതുപോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്ന് നടന്ന ആ ഒരു ആക്സിഡന്റ് ഇതിനെക്കുറിച്ചൊക്കെ ഗ്രഹാം ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് പോയിട്ട്
കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ട് നോക്കുമ്പോൾ TV ഉണ്ടല്ലോ അത് വെച്ച സ്ഥലത്തില്ല. നമ്മുടെ മെറില് ഈ TV നേരെ ബേസ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഈ TVക്ക് അഡിക്റ്റ് ആവുന്നുണ്ട്. അവർ ഈ ഏലിയന്റെ വാർത്ത കേട്ടപ്പോൾ മുതൽ ഇതിന്റെ മുന്നിൽ തന്നെയാണ്. സോ അവരധികം കാണണ്ട എന്ന് കരുതിയിട്ടാണ് താഴേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പൊ വാർത്തയിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏലിയൻ സ്പേസ് ഷിപ്പുകൾ ഇപ്പൊ കാണാനില്ല. ഇതൊക്കെ മറഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചില ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും മറ്റു ചില സ്ട്രെയിഞ്ച് ആയിട്ടുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ആകാശത്തിലൂടെ പറന്നുപോയ കുറെ അധികം പറവകൾ കാണാൻ പറ്റാതെ എന്തോ ഒന്നിൽ ഇടിച്ചിട്ട് ഇവറ്റകൾ ചതഞ്ഞു പോയി നിലത്തേക്ക് വീണിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പിള്ളേരുടെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് നമ്മുടെ ഗ്രഹാം. അപ്പൊ കാണുന്ന കാഴ്ച എന്താ? ഇതുപോലെ തന്നെ മറ്റേ മന്ത്രവാദികളെ പോലെ ഈ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് തലയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്. ഇതെന്താ ഈ കാട്ടി വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ നമ്മുടെ റോറി പറയാണ് അത് പിന്നെ ഈ ഏലിയൻസിന് മനുഷ്യന്റെ മൈൻഡ് കൺട്രോളുള്ള പവർ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈ ഒരു ഫോയിൽ പേപ്പർ തലയിൽ ചുറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണെന്ന് പറയണം. ഇപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ട് തന്നെ ഗ്രഹാം പിള്ളേരുടെ കൂടെ അവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ റോറി പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛാ ഇതുപോലെ ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ റിസോഴ്സ്, നമ്മുടെ വെള്ളം, പെട്രോളിയം, അതുപോലെ തന്നെ ബയോ വെപ്പൺസ് ഇവരെ കുറിച്ചൊക്കെ നന്നായിട്ട് ഏലിയൻസ് പഠിക്കും. അതിന്റെ കൂടെ തന്നെ ഗ്രഹാം ഒരു ചിത്രവും കാണുന്നുണ്ട്. ഈ പാടത്തിന് നടുവിൽ നിൽക്കുന്ന ഒരു പഴയ വീടും അതുപോലെ തന്നെ ഇതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ഉള്ളിലെ കാര്യങ്ങളെ ആവാഹിച്ച് അതായത് ഈ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പോലെയുള്ള ഒരു പറക്കും തലികയുടെ ചിത്രവും. ഇത് കണ്ടപ്പോൾ തന്നെ ഗ്രഹാം ആകെ പേടിച്ചു പോവാണ്. വെറുതെ കുട്ടികളെ ഇതൊക്കെ നോക്കിയെന്നാ പേടിക്കുന്നു പറഞ്ഞിട്ട് ഗ്രഹാം ഇപ്പൊ അവിടുന്ന് പോവാണ്. കാരണം ഒരു കോള് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പേടിക്കുന്നത് കുട്ടികളല്ല കേട്ടോ, ഈ ഗ്രഹമാണ്. എന്താണെന്നറിയില്ല അവന്റെ ഉള്ളിൽ എപ്പോഴും വല്ലാത്തൊരു ഭയമാണ്. തീരെ ധൈര്യം കാണിക്കാറില്ല. ഇപ്പൊ കോള് വന്നെന്ന് പറഞ്ഞല്ലേ, അത് പോയി എടുത്തപ്പോ അന്ന് ആ റെസ്റ്റോറന്റിൽ വെച്ച് അവരെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയെന്ന് പറഞ്ഞല്ലേ ഒരാള് റെഡ്ഡി, അയാളാണ് വിളിച്ചത്. പക്ഷേ അയാൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അയാളുടെ വീട്ടിലേക്ക് പോകണമെന്നേ പറയുന്നുള്ളൂ. ആ പനിയനോട് കുട്ടികളെ നോക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ഗ്രഹം നേരെ ഈ റെഡ്ഡിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഇങ്ങനെ വിളിച്ച് അയാൾ എന്തെങ്കിലും പറയണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഗ്രഹം നേരെ ഈ റെഡ്ഡിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തിയ റെഡ്ഡിയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ റെഡ്ഡിയെ കാണാനില്ല. പക്ഷെ ഒരുപാട് വസ്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പൊട്ടിയതായിട്ട് കാണാണ്. ഇതേ സമയത്തിന് പുറത്ത് റെഡ്ഡിയുടെ കാറിൽ ഒരു വല്ലാത്ത ഒരു പ്രാന്തനെ പോലെ ഇരിക്കുന്ന റെഡ്ഡിയെ കാണുന്നുണ്ട്. ശരിക്കും ഈ റെഡ്ഡിയുടെ കാർ ഉണ്ടല്ലോ അത് ഇടിച്ചിട്ടാണ് ഈ ഗ്രഹാമിന്റെ ഭാര്യ മരണപ്പെട്ടു പോയത്. പക്ഷെ അതൊരു ആക്സിഡന്റ് ആയിരുന്നു, മനഃപൂർവ്വം ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രീസ്റ്റ് കൂടിയായിട്ടുള്ള ഗ്രഹാം ഈ റെഡ്ഡിക്ക് അത് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് വന്ന ആ ഒരു കയ്യബദ്ധത്തിന്റെ പേരിൽ റെഡ്ഡിക്ക് ഇപ്പോഴും കുറ്റബോധമാണ്. അതിന് പുറമേ ആയിട്ട് ഭൂമിയിൽ ഇതുപോലെ ഏലിയൻസ് വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഇഷ്യൂസ് വരാൻ തുടങ്ങി. ഇതുകൂടി ആയപ്പോൾ ഇവന്റെ കിളി പോയിന്നാ തോന്നുന്നത്. ഒരു വല്ലാത്ത ഇരിപ്പിരിക്കുകയാണ്. അതുപോലെ തന്നെ റെഡ്ഡി പറയുന്നുണ്ട് ഈ വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടില്ലേ, അതുപോലെ തന്നെ ഇവറ്റകളെ കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് ഇവറ്റകൾക്ക് വെള്ളം പറ്റില്ല, അതെനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം ഗ്രഹാമി നിന്നോട് പറയാനുണ്ട്. അതായത് എന്റെ വീടിനുള്ളിൽ ഇതുപോലെ ഒരു ഏലിയനെ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു പൂട്ടി വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അതിനെ നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോരുത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇവറ്റകൾക്ക് വെള്ളം പറ്റില്ല എന്ന്, അതുകൊണ്ട് നല്ല വെള്ളമുള്ള ഒരു ഭാഗം നോക്കിയിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റെഡ്ഡി ഇവിടുന്ന് പോവാണ്. സോ ഗ്രഹാം ഇപ്പൊ ഒരു ആശ്ചര്യം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നേരെ റെഡ്ഡിയുടെ വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മെറിലുണ്ടല്ലോ വാർത്ത അത് കുട്ടികളെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഇടയിൽ ഇതുപോലെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപം കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫൂട്ടേജ് വാർത്തയിലൂടെ കാണിക്കുന്നത്. നോക്കുമ്പോൾ ഒരു ഏലിയനെ പോലെ തന്നെയുള്ള ഒരു രൂപമാണ്. ഇതേ സമയത്ത് തന്നെ ഗ്രഹാം റെഡ്ഡിയുടെ വീടിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോലീസാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രഹാം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നാൽ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയ ആ ഒരു രൂപം ഉണ്ടല്ലോ വാതിലിനിടയിലൂടെ അതിന്റെ ആ ഒരു കൈ താഴേക്ക് ഇടുന്നുണ്ട്. ആ കൈ കണ്ടപ്പോൾ തന്നെ ഗ്രഹാം ആകെ പേടിച്ചു പോയിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നെ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഒരു സീങ്ങടെ ശരിക്കും ചിരിച്ചു പോട്ടോ. പിള്ളേരുടെ നടുവില് അവര് തലയിൽ ആ ഒരു ഫോയിൽ പേപ്പർ ചുറ്റി വെച്ച് നിൽക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മെറില് ആ ഫോയിൽ പേപ്പർ ചുറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ. അതായത് പിള്ളേർ പറയുന്ന എല്ലാ കാര്യം ഇപ്പൊ മെറിലും വിശ്വസിച്ചിരിക്കുകയാണ്. അവന്റെ ആ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ചിരി വരും. എന്തായാലും ഗ്രഹാമും ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ വിശ്വസിക്കുകയാണ്, കാരണം നേരിട്ട് കണ്ടല്ലോ. അപ്പൊ ഈ ഗ്രഹാമം പറയുന്നുണ്ട് ഇവറ്റകൾക്ക് വെള്ളം തീരെ പറ്റില്ല, നമുക്ക് വെള്ളം കൂടുതലുള്ള ഭാഗത്തേക്ക് അതായത് തടാകത്തിന്റെ ഭാഗത്തേക്ക് പോയാലോ എന്ന് ഇവരോട് ചോദിക്കുമ്പോൾ നമ്മുടെ റോറി തീരെ സമ്മതിക്കുന്നില്ല കേട്ടോ. അതായത് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം. ആരൊക്കെയാണ് എന്റെ കൂടെ ഈ ലേക്കിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് നോക്കുമ്പോൾ കൈപൊന്തിക്കാൻ പറയണം. ഇപ്പൊ ഗ്രഹാമും അതുപോലെ തന്നെ നമ്മുടെ പെണ്ണുണ്ടല്ലോ അബിയലും കൈപൊന്തിക്കുകയാണ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ മെറിൽ അതുപോലെ തന്നെ നമ്മുടെ റോറിയും കൈവക്കുകയാണ്. അപ്പൊ സമാസമായില്ലേ. ഇവിടെ വെച്ച് ഗ്രഹാം ഒരു അടവെടുക്കുകയാണ്. എന്തായാലും അമ്മ മരിച്ചുപോയി, അമ്മയുടെ വോട്ട് എനിക്കാ ചെയ്യാൻ പറ്റുക, അമ്മയുടെ താല്പര്യം ഇതുപോലെ തന്നെ ഈ തടാകത്തിലേക്ക് പോകണമെന്നാണ്. എന്നാൽ റോറി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അച്ഛാ വെറുതെ അടവ് കാണിക്കാൻ നിൽക്കരുത്, അമ്മ മരിച്ചുപോയ അല്ലെങ്കിൽ അമ്മ ഉറങ്ങുന്ന സ്ഥലമാണിത്, ഇവിടെ വിട്ട് ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറയണം. അവൻ വാശി പിടിക്കുകയാണ്. ഇതേ സമയത്തിന് ഇത് കേട്ടപ്പോൾ അബികലും പറയണം എന്നാ പിന്നെ ഞാനും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിൽക്കാന്ന് പറയണം. ഇപ്പോൾ ഗ്രഹാമിനൊരു രക്ഷയില്ല, ഇവിടെ തന്നെ നിൽക്കലാണ് ഇനിയിപ്പോൾ അവരുടെ പദ്ധതി. പക്ഷേ ഏത് വിധേയനെയും വീടിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ടുള്ള ഓരോ പരിപാടികൾ ഗ്രഹാമും അതുപോലെ തന്നെ മെറിലും നോക്കുകയാണ്. മേ ബി ഏത് നിമിഷവും ഒരു ഏലിയൻ അറ്റാക്ക് എല്ലാ വീടുകളിലേക്കും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല രാത്രി ആയ സമയത്ത് ആ ഒരു വാർത്ത ഇവർ നേരിട്ട് കേൾക്കാണ്. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ഓരോ മാർക്കുകൾ രൂപപ്പെട്ടില്ലേ, ആ മാർക്കുകൾ വെറുതെ ഇട്ടതൊന്നുമല്ല, ആ ഭാഗത്തേക്ക് ഏലിയൻസ് വന്ന് ചില അറ്റാക്ക് അവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനർത്ഥം എന്താണ്, നമ്മുടെ ഗ്രഹാമിന്റെയും മെറിലിന്റെയും ആ ഒരു തോട്ടത്തില് ആ പാടത്തിൽ ഇതുപോലെ ഒരു മാർക്ക് വന്ന സ്ഥിതിക്ക് ഇവരുടെ വീടിന് നേരെ
പിന്നെയും ഒരു അറ്റാക്ക് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നല്ലേ. എല്ലാവരും നന്നായിട്ട് പേടിച്ചുപോയി. അതുപോലെ തന്നെ പിള്ളേർ രണ്ടുപേരും വന്നിട്ട് മെറിലിന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ്. കാരണം ചെറിയച്ഛനെ കുറച്ചെങ്കിലും ധൈര്യമുള്ളൂ, എന്നാലും പൂർണ്ണമായ ധൈര്യമൊന്നും അവനും ഇല്ല കേട്ടോ. ഗ്രഹാമിന്റെ അല്ലേ അനിയൻ. എന്തായാലും ഇപ്പൊ ഈ ചെറിയച്ഛനോട് റോറിയും അബിഗലും ചോദിക്കുകയാണ്, എന്തായാലും അച്ഛൻ ഞങ്ങളെ കൈവിടും, അച്ഛന് ധൈര്യമൊന്നുമില്ല, എന്തെങ്കിലും വന്നാൽ നേരിടാൻ ചെറിയച്ഛൻ നോക്കൂലേന്ന് പറയാണ്. ഇപ്പൊ മെറിൽ പറയാണ്, പിള്ളേരൊന്നും മിണ്ടാതിരിക്കും, നമ്മളെല്ലാവരും നമ്മുടെ ചേട്ടൻ നോക്കിക്കോളും, നിങ്ങൾ വന്നേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗ്രഹാമിന്റെ അടുത്തേക്ക് പിള്ളേരെയും കൂട്ടിയിട്ട് മെറിൽ പോയി നിൽക്കുമ്പോൾ ഇയാളാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അതായത് ഈ ഗ്രഹാമെ ഇവൻ ഓൾറെഡി ദൈവവിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ, അതൊക്കെ എപ്പോഴും നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു ഭയന്ന് വിറച്ച് നടക്കുന്ന ഒരാളാണ് ഈ ഒരു ഗ്രഹാം. അതുപോലെ തന്നെ ഗ്രഹാമിന് മനസ്സിലായി എന്തായാലും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാകാനായിട്ടുണ്ട്, ഈ ഭൂമി നശിക്കാൻ പോവാണ് എന്ന്. ഈ അവസാന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണമെങ്കിലും കഴിച്ചുകൂടെ എന്ന് പിള്ളേരോട് പറയുമ്പോൾ പിള്ളേരും ഓക്കെ എന്ന് പറയാണ്. പിന്നീട് ഭക്ഷണം എല്ലാം പാകം ചെയ്ത് ഇവരെല്ലാവരും ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെക്കനുണ്ടല്ലോ റോറി, അവനൊരു കാര്യം ചോദിക്കുന്നുണ്ട്, അച്ഛാ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. എന്നാൽ പ്രാർത്ഥനയിലുള്ള എല്ലാ വിശ്വാസവും ഈ ഒരു ഗ്രഹാമിന് നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് എന്റെ ജീവിതം ഒരു വഴിക്കായത്, അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ റോറിക്ക് ദേഷ്യം വരികയാണ്. അച്ഛനെ കൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഈ റോറി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗ്രഹാമിന്റെ ഭാര്യ മരിച്ചുപോയില്ലേ, ഇതിലെല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾഡ് ആയിരുന്നു, കരയാറില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഗ്രഹാമിന്റെ കൺട്രോൾ പോവാണ്. അമ്മ മരിച്ചുപോയ, അതായത് അവന്റെ ഭാര്യ മരിച്ചുപോയ ആ ഒരു വിഷമവും പിള്ളേർ ഒറ്റയ്ക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനും എല്ലാം കൂടി ആയപ്പോൾ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ പിള്ളേരും കിടന്ന് കരയുന്നുണ്ട്. മെറിലിനും ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ട്. ഇത്രയും നാൾ അവരുടെ ഉള്ളിൽ അടക്കി വെച്ച ആ ഒരു ഇമോഷനൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീടിനെ പൂർണ്ണമായിട്ടും സേഫ്റ്റി ആയിട്ട് പല ഭാഗത്തും പല പലകകളും അടിച്ചടിച്ച് ഇവര് നല്ല അടച്ചുറപ്പാക്കുന്നുണ്ട്. എന്നാൽ അർദ്ധരാത്രിയായ സമയത്ത് ഇവരെല്ലാവരും ഭയന്നതുപോലെ തന്നെ അത് സംഭവിക്കുകയാണ്. ആ ഏലിയൻസ് വീടിന്റെ ചുറ്റുമായിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവര് സേഫ് ആയിട്ട് വെച്ച് എന്ന് കരുതുന്ന ആ ഒരു വാതിലെല്ലാം ഇവറ്റകൾ തുറക്കുന്നുണ്ട്. ഇനി അടുത്ത വഴി എന്ന് പറഞ്ഞാൽ നേരെ ബേസ്മെന്റിലേക്ക് പോകലാണ്. അങ്ങനെ 4 പേരും കൂടെ നേരെ ബേസ്മെന്റിലേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു വാതിൽ ശക്തമായിട്ട് അടച്ചു പിടിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ പിള്ളേരും മെറിലും പോയിട്ട് ഒരു മൂലക്കങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗ്രഹം മാത്രമാണ് ആ ഒരു വാതിൽ ഇങ്ങനെ അടച്ചു പിടിക്കുന്നത്. അതായത് അവന്റെ ആ ഒരു ബലം മാത്രം പോരാ, അവനാണെങ്കിൽ നല്ല പേടിയുണ്ട്. അപ്പൊ മെറിലിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ടേക്ക് വാടാ, ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയാണ്. എന്നാൽ ഈ മെറിലിനാണെങ്കിലോ അവനും ഒടുക്കത്തെ പേടിയാണ് കേട്ടോ. അവസാനം ചേട്ടൻ ഇങ്ങനെ വിളിക്കുന്ന കേട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കോടാലി ഒറ്റയെടുക്കലാണ്. ചേട്ടാ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ കോടാലി എടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബൾബ് തട്ടി പൊട്ടിപ്പോവാണ്. ഇപ്പൊ ഫുള്ള് ഇരുട്ടാണ് അവിടെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോറി എങ്ങനെയൊക്കെ ഒരു ടോർച്ച് അവിടെ നിന്ന് ഇവിടുന്നായിട്ട് തപ്പി പിടിച്ചെടുത്ത് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ രണ്ടുപേരും ഗ്രഹാമും മെറിലും രണ്ടുപേരും ഉള്ളിൽ ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചു എന്ന് പറയാൻ പറ്റില്ല. പേടി ഉണ്ടെങ്കിലും ഒരു ഇച്ചിരി ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ ഒരു വാതിൽ തള്ളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ റോറി ഒരു കാര്യം പറയുന്നുണ്ട്, അച്ഛാ ഈ ഏലിയൻസ് ഉണ്ടല്ലോ ഇവറ്റകൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. അവറ്റകൾ ഒരു വഴി നോക്കി അത് തുറന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവറ്റകളുടെ ബുദ്ധി വെച്ച് മറ്റൊരു വഴി അവർ കണ്ടുപിടിക്കും. ഇതേ സമയത്ത് ഗ്രഹാം ഒരു കാര്യം ആലോചിക്കുകയാണ്. ഈ പാടത്തിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു ബേസ്മെന്റ് ആണ്. സാധനങ്ങൾ ഇടാനായിട്ട് ഒരു ചെറിയ ഹോള് കൂടെ ഈ ഒരു അറയുടെ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അതിങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് ഗ്രഹാം ഇങ്ങനെ ആ ഒരു ഇരുട്ടത്ത് ടോർച്ച് അടിച്ച് ഇങ്ങനെ തപ്പി നടക്കണം. പെട്ടെന്ന് ആ ഒരു ഹോളിന്റെ അടുത്തായിരുന്നു നമ്മുടെ റോറി നിന്നത്. അവന്റെ കഴുത്തിലേക്ക് അതിലൂടെ വന്ന ഏലിയൻസിന്റെ കൈ വന്ന് മുറുകയാണ്. എങ്ങനെയൊക്കെയോ നമ്മുടെ ഗ്രഹാം സകല ധൈര്യവും സംഭരിച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ട് റോറിയെ അതിന്റെ ആ ഒരു കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണം. മാത്രമല്ല മെറിൽ വേഗം തന്നെ വന്നിട്ട് ഈ അരിച്ചാക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അത് ശക്തമായിട്ട് തന്നെ അടക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ റോറിക്ക് ഈ ശ്വാസം മുട്ടലിന്റെ പ്രശ്നമുണ്ടല്ലോ, അവന് ശ്വാസം കിട്ടാതായിട്ടുണ്ട്. ഇൻഹേലർ ആണെങ്കിൽ മുകളിലാണ്, അത് താഴോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഗ്രഹാം അവന് പരമാവധി ധൈര്യം കൊടുക്കാൻ നോക്കുകയാണ്. ഇത്രയും കാലമായിട്ടും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് അവരുടെ മനസ്സിന് ധൈര്യം വരുന്ന രീതിയിൽ ഈ ഗ്രഹാം സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നിവൃത്തികേട് കൊണ്ട് സ്വയം ധൈര്യം ഉണ്ടാക്കിയിട്ട് ആ ധൈര്യത്തിൽ റോറിക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മോൻ ഒരു രീതിയിലും ഭയക്കണ്ട, എന്ത് വന്നാലും അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവും, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ്. ഇങ്ങനെ മകനെ മടിയിലിരുത്തി പറഞ്ഞ് അവനെ നോക്കിയാക്കിയെടുക്കുന്നുണ്ട്. ശ്വാസമൊക്കെ പഴയതുപോലെ ആവുകയാണ്. പേടിയെല്ലാം കുറഞ്ഞു വന്നു. ഇതിങ്ങനെ ആര് നോക്കി നിൽക്കാണ്? മെറിൽ നോക്കി നിൽക്കാണ്. ഇത്രയും നല്ല രീതിയിൽ അവന്റെ ചേട്ടൻ സംസാരിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും അവൻ കേട്ടിട്ടില്ല. എപ്പോഴും ഭയം അത് ചെയ്യണ്ട, നമുക്ക് അങ്ങനെ സംഭവിക്കും, ആ രീതിയിലുള്ള ഭയം കൊണ്ടുള്ള ഒരു സംസാരം മാത്രമേ ഈ മെറിലും കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും എല്ലാവരും ആ ഒരു ബേസ്മെന്റിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഗ്രഹാമിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു ആക്സിഡന്റ്, അവന്റെ ഭാര്യ മരിച്ചുപോയില്ലേ, ആ ഒരു ആക്സിഡന്റിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഇപ്പൊ ആ ഒരു ഓഫീസർ നമ്മുടെ ഗ്രഹാമിനെ വിളിച്ചിട്ടുണ്ട്. ആ കാര്യമൊക്കെ ഗ്രഹാം ഇങ്ങനെ ഓർക്കുകയാണ്. സംഭവ സ്ഥലത്തേക്ക് ഇപ്പൊ ഗ്രഹാം വന്നിട്ടുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും അബദ്ധവശാൽ നടന്ന ഒരു ആക്സിഡന്റ് ആണിത്. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി അയാൾ വന്നിട്ടാണ് ഈ ഗ്രഹാമിന്റെ ഭാര്യയെ കുത്തിയത്. അതുപോലെ തന്നെ വേറൊരു വിഷയമുണ്ട്, നിങ്ങൾ മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേണം അങ്ങോട്ടേക്ക് വരാനെന്ന് പറയാണ്. അതെന്താണെന്ന് ഇപ്പൊ നിലവിൽ കാണിക്കുന്നില്ല. ഇവിടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെയായി ഗ്രഹാമും മെറിലും ഇപ്പൊ രാവിലെ ആയിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറോളം ഇവർ ഇതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. എന്നാൽ പുറത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് നല്ല ഭയമുണ്ട്. ഇനിയിപ്പോൾ ഏലിയൻസ് പോയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് റേഡിയോ വെച്ച് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ വാർത്തയിൽ കുറച്ച് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏലിയൻസ് മുഴുവനായിട്ടും തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവറ്റകളുടെ വീക്ക്നെസ് എന്താണെന്ന് മനുഷ്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതെന്താണെന്ന് വാർത്തയിലൂടെ പറയുന്നില്ല. എന്തായാലും ഇനി
ഇവർക്ക് ധൈര്യമായിട്ട് തന്നെ ബേസ്മെന്റിന്റെ വാതിലും തുറന്ന് വീടിന്റെ മുകളിലേക്ക് പോവാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് മെറിൽ വന്നിട്ട് നമ്മുടെ ഗ്രഹാമിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രി ചേട്ടന് ധൈര്യം ഇല്ലാണ്ട് കൂടി അവൻ ആ ഒരു ധൈര്യം കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലേ? ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഇതുപോലെ ഒരു പേടിത്തോറി കളി ഇനി കളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് തന്നെ ചേട്ടന് പെട കിട്ടും. കാരണം ചേട്ടന് 2 മക്കളാണ്. അവറ്റകളെ മര്യാദക്ക് നോക്കേണ്ടത് ചേട്ടന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ചേട്ടന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ചുറ്റുള്ളവരിലേക്കും ഇങ്ങനെ ബാധിച്ചു വരുന്നുണ്ട്. അതായത് ഈ ഗ്രഹാമിന്റെ സ്വഭാവം മെറിലിനുണ്ട് എന്ന് പറയുന്നത് അവനും എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ചേട്ടന്റെ സംസാരവും ചേട്ടന്റെ ആ ഒരു പ്രവൃത്തിയും അത് എപ്പോഴും ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കണം അവനും അങ്ങനെ തന്നെ ആയിപ്പോയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ബേസ്ബോൾ എന്ന് പറഞ്ഞ ആ ഒരു സ്പോർട്സിൽ നിന്നും അവൻ പിന്മാറി നിൽക്കുന്നത്. ആ ഒരു ധൈര്യം, ചിലപ്പോൾ ഒരു ഉൾക്കരുത്ത്, ആ ഒരു വിശ്വാസം ഇപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും ഈ ഒരു മുകളിലേക്ക് വന്നു. മാത്രമല്ല നമ്മുടെ റോറി ആണെങ്കിൽ ഇപ്പോഴും ഓക്കെ അല്ല കേട്ടോ. അപ്പൊ അവനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാണ്ട് ആ ഒരു ഇഞ്ചക്ഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതിന്റെ ഇടയിൽ റോറിയെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴേക്ക് TV കൊണ്ടുവച്ചില്ലേ, അപ്പൊ ആ ഒരു TV മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ഓൺ ആക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഗ്രഹാം നോക്കുമ്പോൾ ആ ടിവിയുടെ ആ ഒരു ചില്ലിലൂടെ ഒരു റിഫ്ലക്ഷൻ ഗ്രഹാം കാണുന്നുണ്ട്. അതായത് ഏലിയൻ. ആ ഒരെണ്ണം ഇവിടുന്ന് പോയിട്ടില്ല, അതിപ്പോ ഗ്രഹാമിന്റെ പിന്നിൽ തന്നെയുണ്ട്. ഇപ്പൊ മെറിൽ ആ ഒരു ഇഞ്ചക്ഷൻ എവിടുന്നോ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവനും ഈ ഒരു ഏലിയനെ കാണുകയാണ്. ശരിക്കും വിറച്ചു പോയ മെറിന്റെ കയ്യിൽ നിന്നും ആ ഒരു ഇഞ്ചക്ഷൻ താഴെ വീണ് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ആ ഒരു ഏലിയൻ വന്നിട്ട് നമ്മുടെ റോറിയെ പിടിക്കുകയാണ്. അതിന്റെ കൈയുടെ താഴ്ഭാഗത്തായിട്ട് എന്തോ ഒരു സൂചി പോലൊരു കാര്യമുണ്ട്. അത് പുറത്തേക്ക് വന്ന് അതിൽ നിന്നൊരു ഗ്യാസ് റോറിയുടെ മുഖത്തടിക്കുകയാണ്. മാത്രമല്ല റോറിയെ ഈ ഒരു ഏലിയൻ കൈക്കലാക്കിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് മെറിലിനും അതുപോലെ തന്നെ ഗ്രഹാമിനും തിരിയുന്നില്ല. ആ ഒരു ഭയം കാരണം രണ്ടുപേരും നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഗ്രഹാം ഒരു കാര്യം ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അന്ന് ഗ്രഹാമിന്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങോട്ടേക്ക് ഗ്രഹാം വന്ന സമയത്ത് തന്നെ ഓഫീസർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, സകല ധൈര്യം സംഭരിച്ചിട്ട് വേണം അവളുടെ അടുത്തേക്ക് പോകാനായിട്ട്. ഇപ്പൊ ഗ്രഹാം മനസ്സ് കല്ലാക്കിക്കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവളുടെ അരിയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു കുഴപ്പമില്ല, അതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കരയാതെ അവൾ അങ്ങനെ കൂളായിട്ട് നിൽക്കുകയാണ്. അവളുടെ അരിയുടെ ഭാഗത്ത് വന്നിട്ടാണ് ഈ ഒരു കാർ ഒരു മരവുമായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ വണ്ടി എടുത്താൽ ഉടനടി അവൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇപ്പൊ മനസ്സ് കല്ലാക്കി ഗ്രഹാം അങ്ങോട്ടേക്ക് വരികയാണ്, ഭാര്യയോട് സംസാരിക്കുകയാണ്. ഇപ്പൊ ഭാര്യ പറയാണ്, ഗ്രഹാമേ, എനിക്കൊന്നും ഫീൽ ആവുന്നില്ല. എന്റെ അരിയുടെ താഴോട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒന്നും ഇല്ലാത്തതുപോലെ ഒരു മരവിപ്പ്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, ഈ കാർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിലും അധികം വൈകാതെ ഞാൻ മരണപ്പെട്ടു പോകും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാല് അത് നീ എല്ലായിടത്തും പോയിട്ട് പറയുമെന്ന് ഗ്രഹാമിനോട് ഭാര്യ ചോദിച്ചു. നമ്മുടെ മൂത്ത മോനില്ലേ റോറി, അവനോടൊരു കാര്യം പറയണം, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ധൈര്യമായിട്ട് ചെയ്തു വന്നു. പിന്നെ നമ്മുടെ പെണ്ണുണ്ടല്ലോ അബിഗേല്, അവളോടൊരു കാര്യം പറയണം, എപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് കേട്ടോ. ആ കാര്യം നമ്മുടെ അബിഗേല് നന്നായിട്ട് അനുസരിക്കുന്നുണ്ട്. റോറി എന്ത് ചെയ്താലും അവന്റെ പിന്നാലെ തന്നെയാണല്ലോ. പിന്നെ അവസാനമായിട്ട് ഗ്രഹാമിനോട് ഒരു കാര്യം കൂടെ പറയാൻ പറയുന്നുണ്ട്. അതായത് ഗ്രഹാമിന്റെ അനിയനായിട്ടുള്ള മെറിൽ ഉണ്ടല്ലോ, അവന്റെ ഉള്ളിൽ ഒരു ഉൾഭയം വന്നിട്ടുണ്ട്. ആ ഉൾഭയം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സ്പോർട്സിലേക്കൊന്നും മര്യാദക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അവനോട് പറയണം, എല്ലാ കാര്യങ്ങളും അത് വീണ്ടെടുക്കണം, നന്നായിട്ട് തന്നെ ആദ്യത്തെ പോലെ നന്നായിട്ട് വീശാൻ പഠിക്കണം, വീശണം എന്നൊക്കെ പറയാണ്. പിന്നെ ഗ്രഹാമിനോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അധികം വൈകാതെ അവന്റെ ഭാര്യ അവിടെ വെച്ച് മരണപ്പെട്ടു പോകാൻ കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് ദൈവവിശ്വാസം ഇല്ലാതായതും വല്ലാത്തൊരു ഭയം അവന്റെ ഉള്ളിൽ കയറി കൂടിയതും ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുപോലെ പ്രതീക്ഷ ഇല്ലാത്തതുപോലെയുള്ള ഒരു വർത്താനം എപ്പോഴും വരാൻ തുടങ്ങിയതും. ആ രീതിയിലുള്ള ഗ്രഹാമിന്റെ വർത്താനം തന്നെയാണ് പിന്നീട് മെറിലിന്റെ ആ ഒരു സ്വഭാവമാറ്റത്തിന് കാരണമായത്. ഓൾറെഡി അവന്റെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കൂടെ ഗ്രഹാമിന്റെ ഈ രീതിയിലുള്ള സംസാരം കൂടെ ആയപ്പോൾ അവന് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ഒരാളായി മാറിയിട്ടുണ്ട്. അവനോട് ഈ ഒരു നിമിഷത്തിൽ ഗ്രഹാം അവന്റെ ഭാര്യ അവസാന നിമിഷത്തിൽ പറഞ്ഞ ഒരു കാര്യം മെറിലിനോട് പറയാണ്. അവള് മരിക്കാൻ നേരത്ത് അവസാനമായിട്ടൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ധൈര്യം സംഭരിക്കുക, പഴയതുപോലെ തന്നെ ആഞ്ഞു വീശാൻ വേണ്ടി ശ്രമിക്കുക, അത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയണം. ഇപ്പൊ പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് ഒരു ധൈര്യം, ഒരു ഊക്കൊക്കെ വരികയാണ്. ബേസ്ബോൾ ബാറ്റ് അവിടെ ഉണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, ചെറുക്കനെ പിടിച്ചോണ്ടിരുന്ന ആ ഒരു ഏലിയന്റെ മണ്ടക്ക് നോക്കി ബാറ്റ് വെച്ച് ഒരേറ്റ അടിയാണ്, ഏലിയൻ തെറിച്ച് പോയിട്ട് വീഴുന്നുണ്ട്. അതുപോലെ ഇവിടെ വെച്ചിട്ട് ഇവരുടെ ഭാഗ്യം പോലെ ഒരു കാര്യം സംഭവിക്കുകയാണ്. അതായത് നമ്മുടെ അബിഗേലുണ്ടല്ലോ, എപ്പോഴും വെള്ളം കുടിച്ച് ഒരിച്ചിരി മാത്രം കുടിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീടിന്റെ പല ഭാഗത്തായിട്ട് കുറേ ഗ്ലാസ്സിൽ വെള്ളം അങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരു ടേബിളിന്റെ ഭാഗത്ത് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്തേക്കാണ് അടി കൊണ്ടിട്ട് ഈ ഏലിയൻ പോയി വീഴുന്നത്. ആ ഫോഴ്സിൽ ടേബിളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് മറിയാണ്, അതിലൊരിച്ചിരി വെള്ളം വന്നിട്ട് ഈ ഏലിയന്റെ ഷോൾഡറിൽ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ശരീരം ഉരുകി പോവാണ്. ഇപ്പോൾ ഇതിന്റെ ആ ഒരു ആരോഗ്യം ചെറുതായിട്ടൊന്ന് ക്ഷയിച്ചു. ഈ ഗ്യാപ്പിന് ഗ്രഹാം റോറി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഇഞ്ചക്ഷൻ കയ്യിലുണ്ടല്ലോ, അവനാണെങ്കിൽ ശ്വാസവും കാര്യങ്ങളൊന്നും മര്യാദക്ക് ഇപ്പൊ കിട്ടുന്നില്ല. എന്തായാലും പുറത്തേക്ക് കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെ മെറിന്റെ ഉള്ളിൽ ഇപ്പൊ വല്ലാത്തൊരു ധൈര്യമാണ് കേട്ടോ. ആ ഒരു ബേസ്ബോളിന്റെ വാറ്റ് വെച്ച് വീണ്ടും ഈ ഏലിയനിട്ട് നല്ല വീക്കാണ്. ആ അടി കൊണ്ട് തെറിച്ചു പോയിട്ട് വീണ്ടും വീഴുന്ന സ്ഥലത്ത് നമ്മുടെ ഈ അബിഗേൽ വെച്ച വെള്ളത്തിന്റെ ആ ഒരു ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ, അതിലെല്ലാത്തിനും ഒരു ഇച്ചിരിച്ച വെള്ളം ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ ഏലിയന്റെ തലയിലൊക്കെ അങ്ങ് വീഴാണ്. വെള്ളമായതോട് കൂടിയിട്ട് ഇതിന്റെ തല ആകെ കിടന്ന് ഉരുകാൻ തുടങ്ങുന്നുണ്ട്. ഉരുകി ഒരു പരുവായ സമയത്ത് പിന്നെ അതിനെ എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യാൻ പറ്റാതായി അവസാനം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. ഇതേ സമയത്ത് റോറിയും കൂട്ടിയും ഗ്രഹാം പുറത്തേക്ക് വന്നിട്ടില്ലേ, അവൻ ആ ഒരു മെഡിസിൻ ഒക്കെ കൊടുത്ത് അവനൊന്ന് ഉണർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ കണ്ണു ഓർക്കുന്നില്ല, അവന്റെ പൾസും കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്നാൽ എപ്പോഴത്തെയും പോലെയുള്ള ആ ഒരു പ്രതീക്ഷയില്ലാത്ത സംസാരം അല്ലെങ്കിൽ ആ പ്രവൃത്തിയെല്ലാം മാറ്റിവെച്ച് ഗ്രഹാം വീണ്ടും ആ ഒരു മരുന്ന് കൊടുത്ത് മകനെ ഉണർത്താൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അവൻ ഏകദേശം മരിച്ച പോലെ ആവുകയാണ്. എന്നാൽ
പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും ഗ്രഹാം അത് ചെയ്ത് അവസാനം അവനിങ്ങനെ പതിയെ സംസാരിക്കുകയാണ് അച്ഛാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്നെ ആരെ രക്ഷപ്പെടുത്തിയത്? ഇപ്പൊ ഗ്രഹാം അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് സിനിമ തീരുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? അതായത് ചെറിയച്ഛൻ്റെ അടുത്ത് റോറി ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്തായാലും ഞങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല, ചെറിയച്ഛനെങ്കിലും രക്ഷപ്പെടുത്തു വന്നു. അതായത് സ്വന്തം അച്ഛനിൽ വരെ പ്രതീക്ഷയില്ലാത്ത കുട്ടികളായിരുന്നു. അങ്ങനെയായിരുന്നു ഈ ഗ്രഹാം, ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു ധൈര്യമില്ലാത്തൊരു മനുഷ്യൻ. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ അതൊക്കെ മാറ്റിവെച്ച് ധൈര്യമുള്ള ഒരു മനുഷ്യനായിട്ട് പ്രതീക്ഷ കൈവിടാതെ എങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ ഗ്രഹാമിന് പിള്ളേരെ തിരിച്ചു കിട്ടിയത്. അതുപോലെ തന്നെ സിനിമ തീരുന്ന സമയത്ത് എന്തിനാണ് ഏലിയൻസ് ഭൂമിയിലേക്ക് വന്നത്, പാടത്തിൽ എന്തിനാണ് ഇതുപോലെ സയൻസ് അതായത് ചിഹ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത് എന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. ഒരു ഏലിയൻ അറ്റാക്ക് അത്രേ പറയുന്നുള്ളൂ. എന്നാൽ അതിലുപരിയായിട്ട് ഈ ഒരു സിനിമയുടെ അവസാനമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഗ്രഹാമിന്റെയും അതുപോലെ തന്നെ മെറിലിന്റെയും ആ ഒരു പേഴ്സണൽ ലൈഫാണ്, അവരുടെ ആ ഒരു ക്യാരക്ടറാണ്. പ്രതീക്ഷയില്ലാത്ത ആ ഒരു ലൈഫ്, അതുപോലെയുള്ള പ്രവൃത്തികൾ, സംസാരം, ഇതൊക്കെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയുടെ അവസാനം വെച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.